നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഭിന്നശേഷി മേഖലയിൽ കേരളത്തിന് മാതൃകയായ പദ്ധതികളിലൂടെ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ പുരസ്കാരം കരസ്ഥമാക്കിയ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ഉൾപ്പെടെയുള്ളവരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആദരിച്ചു. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ നടുവട്ടം പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 12ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴൽക്കിണർ നിർമ്മിച്ചു നൽകി. സ്വിച്ച് ഓൺ കർമ്മം 10ാം വാർഡ് മെമ്പർ ഐനിക്കൽ ഷിയാബിന്റെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ മേഡമൽ സുൽഫത്ത് അബു താഹിർ നിർവഹിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് വിമൻസ് ഡെന്റൽ കൗൺസിൽ റിപ്പബ്ലിക് ദിനാഘോഷം തിരൂർ തെക്കുമുറി അങ്കണവാടിയിൽ സംഘടിപ്പിച്ചു. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO ഓഫീസ് നടത്തുന്ന റോഡ് സുരക്ഷാ പ്രോഗ്രാമുകളുടെ ഭാഗമായി തിരൂരങ്ങാടി ജെംസ് പബ്ലിക് സ്കൂളിൽ വെച്ച് ബോധൻ എന്ന പേരിൽ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകർക്കും ഡ്രൈവേഴ്സിനും മറ്റ് റോഡ് ഉപഭോക്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും റോഡ് സുരക്ഷാ ക്ലാസുകൾ എടുത്തു. തലക്കാട് പഞ്ചായത്തിലെ ഓസാൻപടി പ്രദേശത്തെ കുറ്റൂർ തറക്കൽ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ട് മഹോത്സവം ഗംഭീരമായി ആഘോഷിച്ചു. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച ഗണപതി ഹോമത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ തുടക്കം കുറിച്ചത്. വിവിധ മതവിഭാഗങ്ങളുടെ ആരാധനകളും ആഘോഷങ്ങളും തികഞ്ഞ ആദരവോടെ കാണുകയും മതസഹിഷ്ണുത പുലർത്തുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ വിദ്വേഷ പ്രചാരണം വഴി തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ മതേതര സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് KNM മർക്കസ് ഡൂവ പുത്തനത്താണി മണ്ഡലം ഫാമിലി കോൺഫറൻസ് ആവശ്യപ്പെട്ടു. രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ യുവതലമുറ ജനാധിപത്യത്തിൻ്റെ കാവലാളാകണമെന്ന് ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാസിൽ മൂട്ടിൽ അഭിപ്രായപ്പെട്ടു. ISM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന യുവജാഗ്രതാ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ച് പുറത്തൂർ പടിഞ്ഞാറക്കര ഗവൺമെൻറ് UP സ്കൂളിൽ നിർമ്മിച്ച സ്മാർട്ട് കിച്ചണും ഡൈനിങ് ഹാളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KP സലീന അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ഇടപെടൽ ഫലം കാണും. വെഞ്ചാലി എക്സ്പ്രസ് കനാൽ പ്രദേശത്തെ മരങ്ങൾ മുറിച്ചു നീക്കൽ പ്രവൃത്തി ആരംഭിച്ചു. കുണ്ടൂർ ചെറുമുക്ക് കൊടിഞ്ഞി പ്രദേശത്തെ കർഷകർക്ക് ഏറെ ആശ്വാസമാകുന്ന പദ്ധതിക്കായി 5 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. പദ്ധതി വൈകുന്നതിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്തെത്തിയിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലാ വാർഷികത്തോടനുബന്ധിച്ച് വീട് നിർമ്മിച്ചു നൽകും. പാർപ്പിടം 2025 നിർമ്മാണ പദ്ധതിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പുറത്തൂർ സ്വദേശിക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ജനുവരി 31 ശനിയാഴ്ച രാവിലെ 10:30 തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ താക്കോൽദാനം നിർവഹിക്കും. വെട്ടൻ ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.